നമസ്കാരം. നമ്മൾ പണം സേവ് ചെയ്യാനായി സാധാരണയായി ബാങ്കുകളെയാണ് ആശ്രയിക്കാറുള്ളത്. എന്നാൽ പുതിയ കാലത്തെ ബാങ്ക് തട്ടിപ്പുകളും വാർത്തകളും കേൾക്കുമ്പോൾ പലർക്കും ഒരു പേടിയുണ്ട്. എൻ്റെ പണം പൂർണ്ണമായും സേഫ് ആണോ എന്ന്. ഒരു രൂപ പോലും നഷ്ടപ്പെടില്ല എന്ന 100% ഗവൺമെന്റ് ഗ്യാരണ്ടിയോടെ സാധാരണ ബാങ്കുകളേക്കാൾ കൂടുതൽ പലിശ കിട്ടുന്ന ഒരു നിക്ഷേപ മാർഗമുണ്ട്. അതാണ് പോസ്റ്റ് ഓഫീസ് സേവിംഗ് സ്കീമുകൾ. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ കൃത്യമായിട്ട് മുഴുവനായിട്ട് കാണുക, എങ്കിലേ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാകുകയുള്ളൂ. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇല്ലെങ്കിൽ ചോദ്യങ്ങൾ ഒക്കെ കമന്റിൽ വന്ന് ചോദിക്കാവുന്നതാണ്. കൂടാതെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, മാക്സിമം ഷെയർ ചെയ്യാൻ പറ്റുന്നത് ഒന്ന് ഷെയർ ചെയ്തേക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. പോസ്റ്റ് ഓഫീസിൽ ഒരുപാട് സ്കീമുകൾ ഉണ്ടെങ്കിലും സാധാരണക്കാർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന പ്രധാനപ്പെട്ട 4 സ്കീമുകൾ വളരെ ലളിതമായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തേത് നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ്, NSC എന്ന് പറയും. നിങ്ങളുടെ കയ്യിൽ ഒരുമിച്ച് കുറച്ച് കാശുണ്ടെങ്കിൽ അത് 5 വർഷത്തേക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റ് പോലെ നിക്ഷേപിക്കാവുന്ന സ്കീമാണിത്. ബാങ്കുകളെക്കാൾ മികച്ച പലിശയും ഒപ്പം ഇതിൽ നിക്ഷേപിക്കുന്ന തുകയ്ക്ക് ഇൻകം ടാക്സ് ഇളവുകളും നിങ്ങൾക്ക് ലഭിക്കും. അത് പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തേത് കിസാൻ വികാസ് പത്ര, KVP. നിങ്ങൾ നിക്ഷേപിക്കുന്ന പണം കൃത്യമായി ഇരട്ടിയാക്കി, അതായത് ഡബിൾ ആക്കി തിരികെ തരുന്ന ഒരു സ്കീമാണിത്. നിങ്ങൾ ഇപ്പോൾ 1 ലക്ഷം രൂപ ഇതിൽ നിക്ഷേപിച്ചാൽ ഏകദേശം 115 മാസങ്ങൾ, അതായത് 9 വർഷവും 7 മാസവും കഴിയുമ്പോൾ അത് 2 ലക്ഷം രൂപയായി നിങ്ങൾക്ക് തിരികെ കിട്ടും. ഇതിപ്പോഴത്തെ അപ്രോക്സിമേറ്റ് ഒരു കാലാവധിയാണ്, അതിന്റെ വ്യത്യാസങ്ങൾ ഉണ്ടാകാവുന്നതാണ്. മൂന്നാമത്തേത് സുകന്യ സമൃദ്ധി യോജന, SSY. നിങ്ങൾക്ക് 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ നിർബന്ധമായും എടുത്തിരിക്കേണ്ട സ്കീമാണ് ഇത്. അവരുടെ ഉന്നത വിദ്യാഭ്യാസത്തിനും വിവാഹ ആവശ്യങ്ങൾക്കും വേണ്ടി മാസം വെറും 250 രൂപ മുതൽ ഇതിൽ നിക്ഷേപിച്ചു തുടങ്ങാം. പോസ്റ്റ് ഓഫീസിലെ ഏറ്റവും ഉയർന്ന പലിശ കിട്ടുന്നത് ഈ സ്കീമിനാണ്. ഇനി നാലാമത്തേത് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം. 60 വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയുള്ളതാണ് ഇത്. റിട്ടയർമെന്റ് ഫണ്ടോ മറ്റോ ഇതിൽ നിക്ഷേപിച്ചാൽ എല്ലാ 3 മാസം കൂടുമ്പോഴും ഉയർന്ന പലിശ ഒരു പെൻഷൻ പോലെ അവരുടെ അക്കൗണ്ടിലേക്ക് വരും. ഇതിന്റെ എല്ലാം ഏറ്റവും വലിയ ആകർഷണം ഇത് കേന്ദ്ര സർക്കാരിന്റെ സ്കീമുകൾ ആയതുകൊണ്ട് 100% സുരക്ഷിതമാണ് എന്നുള്ളതാണ്. എന്നാൽ ഓർക്കേണ്ട ഒരു കാര്യം, ഈ സ്കീമുകൾക്കെല്ലാം ഒരു നിശ്ചിത കാലാവധിയുണ്ട്, ലോക്ക് ഇൻ പീരീഡ് എന്ന് പറയും. അതുകൊണ്ട് ഉടനെ ആവശ്യമില്ലാത്ത തുകകൾ മാത്രം ഇതിൽ നിക്ഷേപിക്കുക. ഇതിൽ സുകന്യ സമൃദ്ധി യോജനയെക്കുറിച്ചും മറ്റ് സ്കീമുകളെ കുറിച്ചും വരും ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ വിശദമായിട്ട് പഠിക്കുന്നതാണ്. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും പോസ്റ്റ് ഓഫീസ് സ്കീമിൽ ചേർന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമ്മൾ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വർണത്തിലെ നിക്ഷേപത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നതാണോ അതോ സ്വർണ്ണ ബോണ്ടുകൾ SGB വാങ്ങുന്നതാണോ ശരിക്കും ലാഭം എന്ന് നമ്മൾ പഠിക്കും. ആ വീഡിയോ മിസ് ചെയ്യാതിരിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. നന്ദി, നമസ്കാരം.